ബി.ജെ.പിയെ പിടിച്ചുലയ്ക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് വിവാദം. ഇപ്പോൾ വൻ തട്ടിപ്പ് നടന്നുവെന്ന ആരോപണങ്ങൾ തള്ളി എന്നും സുതാര്യമായ ഓഡിറ്റിംഗിന് സംഘടനാ ജനറൽ സെക്രട്ടറി അനുമോദിച്ചു എന്നുമുള്ള ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ വാദങ്ങൾ പൊളിയുന്ന പശ്ചാത്തലമാണ്. ഞങ്ങൾ തെളിവുകൾ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. ഫണ്ട് ചെലവഴിച്ചതിൽ വൻ ക്രമക്കേട് നടന്നുവെന്ന് വ്യക്തമാക്കി ബി.ജെ.പി നേതാവ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി നൽകിയ കത്തിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തുവരികയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിമാരുടെയും പേരും വാങ്ങിയ കമ്മീഷൻ കണക്കും എടുത്തു പറഞ്ഞാണ് ദേശീയ നേതൃത്വത്തിന് പരാതി കിട്ടിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം വേണമെന്നും എല്ലാ തെളിവുകളും നൽകാമെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, തെളിവുകൾ ഓരോന്നായി സംസാരിക്കുകയാണ്. ബി.ജെ.പിയിൽ നടന്ന വലിയ ഫണ്ട് തട്ടിപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊന്നും കൈ കഴുകി അങ്ങനെ വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധമാണ് ഈ ആരോപണത്തിന്റെ വളർച്ച. രാജ്യത്തെ കണക്കുകൾ സുതാര്യമാണെന്നും മാതൃകാപരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ബി.ജെ.പി നടത്തിയത്. അതിനെ ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ ബി.ജെ.പി അഭിനന്ദിച്ചു എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ 9-ാം തീയതി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. എന്നാൽ കാര്യങ്ങൾ അതിന് ഘടകവിരുദ്ധമാണ്. ബി.ജെ.പിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന് ജില്ലയിലെ ഒരു പ്രാദേശിക നേതാവ്, ജില്ലാ തലത്തിലുള്ള നേതാവ് നൽകിയ പരാതി കത്താണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിലാണ് വളരെ വ്യക്തമായി തന്നെ എന്തൊക്കെ തരത്തിലുള്ള അഴിമതിയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ്. വലിയ അഴിമതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹ്യൂജ് കറപ്ഷൻ വിച്ച് ഹാപ്പൻഡ് ഇൻ ദി ഇലക്ഷൻ 2026 കേരള എന്ന് പറഞ്ഞാണ് ആ കത്ത് തുടങ്ങുന്നത് തന്നെ. അതിൽ പലതിനും താൻ ദൃക്സാക്ഷിയാണ്. കൊടി, കേന്ദ്ര നേതൃത്വം നൽകുന്ന കൊടിക്ക് പോലും ബില്ലിട്ട നേതാക്കളുണ്ട്. 1,62,000 പരം രൂപയുടെ കൊടി ഒരു സ്വകാര്യ ഏജൻസിയിൽ നിന്ന് വാങ്ങി. അത് കേന്ദ്രത്തിൽ നിന്നുള്ള കൊടി വരാൻ വൈകിയപ്പോഴാണ് ആ വാങ്ങിയതിൽ മാത്രം 31 ലക്ഷം രൂപയുടെ അഴിമതി കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സെക്രട്ടറി അഞ്ജനയ്ക്കെതിരെയുള്ള ഈ കത്തിലെ ആരോപണം. ദേശീയ നേതാവ് വിനോദ് ധാഡേക്ക് ഇക്കാര്യം അറിയാമെന്നും കത്തിൽ പറയുന്നു. ബി.ജെ.പി സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇതിൽ കമ്മീഷൻ വാങ്ങിച്ചത്. അഞ്ജനയെ പറ്റിയാണ് പറയുന്നത്, പേരെടുത്തു തന്നെ പറയുന്നുണ്ട്. ആ ലിക്വിഡ് ക്യാഷായി പണം വാങ്ങിയതിന് താനും സാക്ഷിയാണെന്ന് ഈ പ്രാദേശിക നേതാവ് ബി.ജെ.പി സംഘടനാ ജനറൽ സെക്രട്ടറിയെ കത്തിലൂടെ അറിയിക്കുന്നു. ഇതിൽ മാത്രമല്ല, മുറികൾ ബുക്ക് ചെയ്തതിൽ, അതുപോലെ തന്നെ കേന്ദ്ര നൽകിയ കൊടി വിറ്റ പിന്നീട് മറിച്ചുവിറ്റ നേതാക്കളുണ്ട്. കട്ടൌട്ടുകളുടെ കൊട്ടേഷൻ ഒരു കമ്പനിക്ക് മാത്രമായി കൊടുത്ത് അതിൽ 5 ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങിയ നേതാവുണ്ട്. ഇങ്ങനെ പല നേതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. രണ്ടുപേരെ കമ്മീഷൻ വാങ്ങിയ പാങ്ങപ്പാറ രാജീവ്, വിജയകുമാർ, അതിനൊപ്പം അഞ്ജനയും നേരത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. SP ഗ്രാൻഡേഴ്സ് ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്ത് 330ഓളം മുറികളാണ് ബുക്ക് ചെയ്തത്. എന്നാൽ ഇതിൽ പലതിലും വളരെ ചുരുങ്ങിയ മുറികൾ മാത്രമേ ഒക്യുപ്പൈ ചെയ്തുള്ളൂ. ബാക്കി എല്ലാത്തിനും ചേർത്ത് ബില്ലിട്ടു. അതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന ആരോപണമുണ്ട്. വാഹനങ്ങൾ ബുക്ക് ചെയ്തതിൽ ക്രമക്കേടുണ്ട്. ഒരു ജനറൽ സെക്രട്ടറി, അത് അവിടെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷിന്റെ പേരൊക്കെ എടുത്ത് പറയുന്നത്. കെ സോമൻ എന്ന ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് 2 ലക്ഷം രൂപ ഈ ഫ്ളാഗ് മറിച്ചുവിറ്റു, കേന്ദ്ര നൽകിയ കൊടി മറിച്ചുവിറ്റു എന്ന ആരോപണമുണ്ട്. മറ്റു നേതാവിനെതിരെ പറയുന്നത് 2 ലോണുകൾ 15 ലക്ഷം രൂപ വീതമുള്ള 2 ലോണുകൾ ബാധ്യതകൾ ട്രാവൻകൂർ സഹകരണ സംഘത്തിലെ ബാധ്യതകൾ തീർത്തത് ഇതിൽ നിന്ന് ലഭിച്ച കമ്മീഷൻ ഉപയോഗിച്ചാണ്. അങ്ങനെ എണ്ണിയാണ് ഓരോ തട്ടിപ്പും ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ കേന്ദ്ര നേതൃത്വത്തിന് പരാതിയെ ലഭിച്ചിട്ടുള്ളത്. ഈ പരാതി നിലനിൽക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ മികച്ച പ്രവർത്തനത്തിന്, സുതാര്യമായ പ്രവർത്തനത്തിന് കേന്ദ്ര നേതൃത്വത്തിന് സർട്ടിഫിക്കറ്റ്, ഗുഡ് സർട്ടിഫിക്കറ്റ് സംസ്ഥാന ബി.ജെ.പി ലഭിച്ചുവെന്ന വ്യാജ അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടയിൽ ബി.ജെ.പിയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊള്ളയിൽ പോലീസിലും പരാതി കിട്ടിയെന്ന വിവരം കൂടി പുറത്തുവരികയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് കൊടി വാങ്ങിയെന്ന ബിൽ തന്റെ GST നമ്പർ ഉപയോഗിച്ച് വ്യാജമായി ഉണ്ടാക്കിയെടുത്തുവെന്നാണ് വ്യാപാരിയുടെ പരാതി. ബി.ജെ.പി മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ പരാതി ഉയർത്തുന്ന പ്രമദചന്ദ്രൻ എന്നത് ഓർക്കണം. വെഞ്ഞാറമൂട് പോലീസിലാണ് ഇദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷനും പരാതി നൽകുമെന്ന് പ്രമദചന്ദ്രൻ ന്യൂസ് 18 പറഞ്ഞു. ബില്ല് വ്യാജമാണ്. നമുക്ക് 4 വർഷത്തിന് മുമ്പ് കമ്പ്യൂട്ടർ ബില്ലായിരുന്നു. അന്ന് വലിയ സെയിലൊക്കെ ഉണ്ടായ സമയത്ത്. ഇപ്പൊ സെയിലില്ലാത്തതുകൊണ്ട് 4 വർഷം കൊണ്ട് നമ്മുടെ ചെറിയ ബിൽ ബുക്കാണ്, കൈകൊണ്ട് എഴുതുന്ന ബില്ലാണ്. ഇതിൽ നമ്മൾ കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യില്ല. അതുമല്ല, ഇതില് ഏജൻസി തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ. ഇത് നമുക്കുള്ള ഏജൻസി കണിച്ചോട് വാമനപുരം എന്നാണ് നമ്മൾ ആ ഡ്രസ്സിൽ കിടക്കുന്നത്. GST നമ്പർ, FSSI നമ്പർ എല്ലാം നമ്മുടെ ബില്ലിൽ വരും. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ സീലില്ല, നമ്മുടെ ഒപ്പില്ല. അതുപോലെ GST ബില്ല് ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ആരെയാണ് പൈസ കൊടുത്തത്? ഈ പൈസ കൊടുത്ത ആൾക്കാർ അവരെ കണ്ടെത്തണത്. നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ച് ഒരു ബില്ല് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതെ, ഈ നമ്മളെ ബില്ലിൽ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എന്റെ ഈ നമ്പരല്ല.
എന്റെ ഒരു പഴയ മൊബൈൽ നമ്പറും വൈഫിന്റെ നമ്പറുമാണ് ആ ബില്ലിൽ കിടക്കുന്നത്. പക്ഷേ ഇതിൽ അടിച്ചിരിക്കുന്ന ബില്ലിൽ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറിൽ ഒരക്കം മാറ്റി വെച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ബില്ലിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ പോലും തെറ്റാണ്. അപ്പൊ അത് വിളിച്ചാൽ കിട്ടാത്ത നമ്പർ ആയിരിക്കും. വിളിച്ച് തിരക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അവരങ്ങനെ ആ കള്ള നമ്പർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോർഡ് പുറത്താണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 ദിവസം മുമ്പാണ് എടുത്ത് അകത്ത് വെച്ചത്. വേറെ എന്തോ ഇതിനടുത്ത് വെച്ചാണ്. ഈ ബോർഡിൽ നമ്മളെ GST നമ്പറുണ്ട്, FSSI നമ്പറുണ്ട്, അതില് യഥാർത്ഥ ഫോൺ നമ്പറും അതിലുണ്ട്. ബില്ലിലുള്ള ഫോൺ നമ്പറും ആ ബോർഡിലുണ്ട്. ഇതിൽ കളിച്ചിട്ടുള്ള നമ്മളെ രാഷ്ട്രീയ ശത്രുക്കളുണ്ട്. അവര് ആരാണോ ഈ നമ്പർ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ വന്ന് നോക്കിയെടുത്ത് എന്തോ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് പോലീസിന് പരാതി കൊടുത്തു. 4:30 വെഞ്ഞാറമൂട് CIക്കാണ് പരാതി കൊടുത്തത്. അതിന്റെ റെസീപ്റ്റ് ഉണ്ട്. പിന്നെ എന്തായാലും പരാതി അന്വേഷിക്കണം. പാർട്ടിക്കും പരാതി കൊടുക്കുന്നുണ്ടോ? പാർട്ടിക്ക് പരാതി കൊടുക്കുന്നു. ഞാനത് രാജീവ് ചന്ദ്രശേഖർജി സ്ഥലത്തില്ല എന്ന് പറയുന്നു. എന്തായാലും നാളെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് നാളെ തന്നെ പരാതി കൊടുക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.